സദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് അവിയൽ. അവിയൽ പല സ്ഥലങ്ങളിലും പലതരത്തിലാണ് ഉണ്ടാക്കാറ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അവിയൽ ഉണ്ടാക്കുന്ന രീതി നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അവിയലിനായുള്ള അരപ്പ് ആദ്യം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് തേങ്ങ, ചെറിയുള്ളി, എരിവിനാവശ്യമുള്ള പച്ചമുളക്, ജീരകം, കറിവേപ്പില ഇവയെല്ലാം തരിതരിപ്പോടുകൂടി അരച്ചെടുക്കണം. പിന്നെ ആവശ്യമുള്ളത് പുളിപ്പുള്ള കട്ടയൊക്കെ ഉടച്ചിട്ടുള്ള തൈരാണ്. ലഭ്യമായിട്ടുള്ള എന്ത് പച്ചക്കറി വേണമെങ്കിലും അവിയലിന് ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചേന, ക്യാരറ്റ്, മുരിങ്ങക്കായ, കുമ്പളങ്ങ, ബീൻസ്, പടവലങ്ങ എന്നിവയാണ്. അവിയലിനുള്ള പച്ചക്കറികളെല്ലാം നീളത്തിൽ കനം കുറച്ചരിയുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പച്ചക്കറികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കഷ്ണങ്ങളിലേക്ക് ആവശ്യമുള്ള ഉപ്പും കുറച്ച് പച്ചക്കറിവേപ്പിലയും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. എല്ലാം കൂടെ ചട്ടിയുടെ നടുവിലേക്കായി കുമിച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ച് 6 മുതൽ 7 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. 6 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുകയാണെ പച്ചക്കറികളൊന്നും വെന്തിട്ടില്ല. വെള്ളം ആവശ്യത്തിന് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വെള്ളം കുറവായി തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവേ. വീണ്ടും ചട്ടിയുടെ നടുവിലേക്കായി പച്ചക്കറികളെല്ലാം കുമിച്ച് വെച്ചിട്ട് അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കുക. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുകയാണ്. ഇതിലിപ്പോൾ വേവ് കൂടുതൽ ആവശ്യമുള്ള പച്ചക്കറിയുടെ മാത്രം വേവ് ഞാൻ നോക്കുകയാണ്. ചേനയും ക്യാരറ്റും നന്നായി തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള പച്ചക്കറികളും നന്നായി തന്നെ വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ചട്ടിയുടെ അടിയിൽ കുറച്ചുകൂടി വെള്ളമുണ്ട്. ഞാനത് വറ്റിച്ചെടുക്കുന്നൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ചട്ടിയുടെ നടുവിലേക്കായി കുമിച്ച് വെച്ചിട്ട് അടച്ചു വെച്ച് 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേനും ഈ തേങ്ങയുടെയും അതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ജീരകം, ചെറിയുള്ളി, കറിവേപ്പില അതിൻ്റെയൊക്കെ ഫ്ലേവർ ഈ പച്ചക്കറിയിലേക്ക് നന്നായി ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് കട്ടയൊക്കെ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചേർത്തിരിക്കുന്ന തൈര് പച്ചക്കറിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തണം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില പിച്ചിയതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അടച്ചു വെച്ച് 5 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാം. നിങ്ങൾ ഇതുപോലെയല്ല അവിയൽ ഉണ്ടാക്കാറെങ്കിൽ ഒരിക്കലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.